കുറുഞ്ഞാലിയോട് വലിയ പറമ്പത്ത് മണ്ണെടുപ്പിനെതിരെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി. പരിപാടി കെ രമ MLA ഉദ്ഘാടനം ചെയ്തു. കുറിഞ്ഞാലിയോട് 13-ാം വാർഡിലെ 3 ഏക്കറോളം വരുന്ന വലിയ പറമ്പ് തെങ്ങിൻതോപ്പിൽ നിന്നും NH പ്രവൃത്തിക്ക് വേണ്ടിയാണ് മണ്ണെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നത്. 250-ൽ കൂടുതൽ തെങ്ങ് നിറഞ്ഞ ഈ കൃഷിഭൂമിയിൽ നിന്നും മണ്ണെടുത്താൽ ചോറോട് പഞ്ചായത്തിലെ 8-9 വാർഡുകളിലും ഏറാമല ഗ്രാമപഞ്ചായത്തിലെ 12-13 വാർഡുകളിലെയും പ്രദേശവാസികളുടെ കിണറുകൾ വെള്ളമില്ലാത്ത അവസ്ഥയിലേക്കും പാരിസ്ഥിതിക ആഘാതവും സംഭവിക്കുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് OK കുഞ്ഞബ്ദുള്ള അധ്യക്ഷനായ ചടങ്ങിൽ വടകര MLA കെ രമ സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേരളയിൽ വരുന്നു എന്ന് പറഞ്ഞ് ഈ നാട്ടിലെ പരിസ്ഥിതിയെ വലിയ തോതിൽ ബാധിക്കുന്ന, നമ്മുടെ നാടിനെ രണ്ടായി വെട്ടിമുറിക്കുന്ന തരത്തിലേക്ക് എല്ലാ കുന്നും മലകളും ഇടിച്ചു നിരത്തി വയലേലകൾ മുഴുവൻ മണ്ണിട്ട് നികത്തി ആ ഒരു പാത വരുന്നതിനെതിരെ വലിയ തോതിൽ ജനവികാരം ഉയർന്നു വന്നു. വലിയ സമരങ്ങളാണ് എല്ലാ ഭാഗത്തും ഉണ്ടായത്. ഒരുപക്ഷെ അത്തരം സമരങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് തന്നെ ആ കമ്പനി ആ നീക്കം ഉപേക്ഷിച്ചു പോവുകയും പിന്നീട് സർക്കാർ അതിൽ നിന്ന് പിന്മാറേണ്ട ഒരു സാഹചര്യവും ഉണ്ടായത് ഈ നാട്ടിലെ ജനകീയ പ്രതിരോധത്തിൻ്റെയും ജനകീയ പ്രതിഷേധത്തിൻ്റെയും കൂടി ഭാഗമാണ്. അപ്പം ഇത്തരം ജനകീയ പ്രതിഷേധങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കുകയില്ല. അത് അങ്ങനെ ജനങ്ങൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ പ്രദേശം നിലനിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. നമുക്ക് 2018-ലെ പ്രളയം നമ്മുടെ മുന്നിലുണ്ട്. ആ പ്രളയ സമയത്ത് ഈ നാട് മുഴുവൻ വലിയ പ്രയാസത്തിൽ നിന്ന ഒരു സമയം. വലിയ തോതിൽ വെള്ളപ്പൊക്കമുണ്ടായി, നിരവധി മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു. നമുക്കൊന്നും ജീവിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് നമ്മുടെ നാടിനെ പ്രയാസത്തിലാക്കിയ ഒരു സംഭവങ്ങൾ നമ്മൾ ആരും ഓർമ്മയിൽ നിന്ന് പോയിട്ടില്ല. അങ്ങനെ വരുന്ന ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ, അതിനുശേഷം വയനാട്ടിലുണ്ടായിരുന്ന ആ വലിയ ദുരന്തം, ഒരു മല വെള്ളപ്പാച്ചിൽ ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചുപോയി. അതിൻ്റെ പ്രയാസങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്ന ദുരിതപൂർണമായ ജീവിതാസമാനമായി പോകുന്ന ഒരു വലിയ വിഭാഗം മനുഷ്യർ. അവർക്കിപ്പോഴും വീട് കിട്ടിയിട്ടില്ല. വീടിനുള്ള താമസിക്കുന്നത് ഇപ്പോഴും വാടക വീട്ടിലാണ്. അതിന് നഷ്ടപരിഹാരം കിട്ടിയില്ല. അങ്ങനെ വലിയ പ്രയാസത്തിൽ ഇപ്പോഴും അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും ആ ദുരന്തത്തിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരാണ്. സാധാരണയിൽ സാധാരണക്കാരായ മനുഷ്യർ. ആ ദുരന്തം ഉണ്ടാകുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നതും ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്താതെ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ കൂടിയാണ്. വികസനം വരരുത് എന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോയി ഇത്തരം സമരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മളെയൊക്കെ വികസന വിരോധികളായിട്ട് മുദ്ര കുത്തപ്പെടുകയും അതിൻ്റെ പേരിൽ ചാപ്പകുത്തി നമ്മളെയൊക്കെ വേട്ടയാടുകയും ചെയ്യുന്ന നിരവധി അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പാരിസ്ഥിതിക ആഘാതത്തെപ്പറ്റി അഡ്വക്കേറ്റ് വിനോദ് പയ്യട മുഖ്യ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയിൽ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു തട്ടാൻഡവട, ചോറോട് ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് അംഗം M ലിനിത, ചോറോട് 8-ാം വാർഡ് മെമ്പർ TM പ്രജിഷ, ഏറാമല 12-ാം വാർഡ് അംഗം OM വിജിന, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ N നിതിൻ മാസ്റ്റർ, പ്രകാശൻ കുനിയിൽ, സന്തോഷ് വെങ്ങോളി, റാഷിദ് മാസ്റ്റർ പനോളി, C ഗോപാലക്കുറുപ്പ്, AK കുഞ്ഞിക്കണാരൻ, MP ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ PTK സുരേഷ് ബാബു സ്വാഗതവും കൺവീനർ അജിത് കുമാർ MK നന്ദിയും പറഞ്ഞു.